Ladies and gentlemen, this is Adarsh and welcome to My Ganedi. സോ പൊങ്കൽ സംക്രാന്തി സ്പെഷ്യൽ ആയിട്ട് ഒരു ലോഡ് പടങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം രവിതേജയുടെ ഒരു സിനിമ ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയൊക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ നമ്മുടെ നവീൻ പോലിശെട്ടിയുടെ അനകനക ഒക്കരാജു ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. തെലുങ്ക് സിനിമയാണ്, പക്ഷെ മലയാളമൊക്കെ അവൈലബിൾ ആണ്. സോ ആളുടെ സിനിമകൾ കാണുന്നവർക്ക് അറിയാം, ആണ്ടിലെ അമാവാസിക്ക് അണ്ണൻ ഒരു പടമായിട്ട് വരുള്ളൂ. അവസാനമായി കണ്ടത് എനിക്ക് തോന്നുന്നു അനുഷ്ക ഷെട്ടി ആയിട്ടുള്ള മിസ് ഷെട്ടി മിസ്റ്റർ പൊളിഷെട്ടിയാണ്. ഏജന്റ് സായി ശ്രീനിവാസ് ആത്രയൊക്കെ മൂപ്പര പടമാണ്. പക്ഷെ വരുമ്പോ ക്വാളിറ്റി പടമായിട്ട് അണ്ണൻ വരുള്ളൂ. ഈ ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. ഭയങ്കര ലൗഡ് കോമഡീസ് ഉള്ള ലോജിക്കും പരിപാടിയൊന്നും നോക്കരുത്. പ്യുവർ ഫൺ അതാണോ നോക്കണെന്ന് വെച്ചാൽ ഒരു പ്യുവർ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് അനകനക ഒക്കരാജു. എന്നാൽ ലോജിക്കും പരിപാടിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ സ്റ്റേ അവേ, ദിസ് ഇസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഞാൻ ഇന്ന് രാവിലെ ചിരഞ്ജീവിയുടെ ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കിടുവാണ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ചിരിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ഈ സിനിമ കണ്ട് ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. അതിന്റെ മെയിൻ റീസൺ നവീൻ പോലിശെട്ടിയുടെ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് ആണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയിൽ. ഈ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് സീൻ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ടൈപ്പ് പടമാണ് എന്നൊക്കെ. അങ്ങേരെ ഈ സ്ലോ മോഷനിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അങ്ങേരെ ഒരു സ്ക്രീൻ പ്രസൻസ്, അങ്ങേരെ ഒരു ഓറ, അങ്ങേരെ കൗണ്ടേഴ്സ്, ചളി, ഇതൊക്കെ നൈസാണ്. നല്ല വൈബിൽ ഇരുന്ന് കാണാം. 2.5 മണിക്കൂറിന്റെ സിനിമയാണ്. എനിക്ക് വലിയ ലാഗ് ഒന്നും തോന്നിയില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേറ്റൻ ദിലീപ് ഏട്ടന്റെ ശൃംഗാര വേലനായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫ് പടം മാറിപ്പോണ്ട്. ഇതിൽ എന്താ വെച്ചാൽ നമ്മുടെ അണ്ണൻ ജമീന്ദാറാണ്. ആളുടെ മുത്തശ്ശൻ ഭയങ്കര കോടീശ്വരനായിരുന്നു. 100 ഏക്കർ 200 ഏക്കറും 500 ഏക്കറും ഒക്കെയാണ് ആൾക്ക് സ്ഥലമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ആളുടെ വീക്ക്നെസ് ആയിരുന്നു പെണ്ണുങ്ങൾ. ഓരോ പെണ്ണിന്റെ ഒപ്പം പോവും, ഓരോ ഏക്കർ അങ്ങോട്ട് എഴുതി കൊടുക്കും. അവസാനം നമ്മുടെ അണ്ണൻ പാപ്പരായി. സോ ഇങ്ങേരെ വന്നിട്ട് ഒരു കല്യാണത്തിൽ വെച്ചിട്ട് പൈസ ഇല്ല പറഞ്ഞിട്ട് അപമാനിക്കുന്നു. ഒരു പൈസക്കാരിയെ കല്യാണം കഴിക്കുന്നു. അണ്ണൻ അന്ന് ദൃഢനിശ്ചയം എടുക്കുന്നു. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സോ ഈ പൊങ്കൽ സംക്രാന്തി ആ ഒരു റിലീസ് ഒക്കെ നോക്കുമ്പോൾ തെലുങ്കിന്ന് വന്ന പടങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. നാരി നാരി നടുമ മുരാരി വേണ്ടി ഒരു കോമഡി പടം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശർവാനന്ദിന്റെ നൈസായിരുന്നു. ചിരഞ്ജീവിയുടെ പടം നൈസാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാ എല്ലാ കൂട്ടത്തിലും ഒരു പെട്ടത്തേങ്ങ ഉണ്ടാവും രാജാ സാബ്. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ജോണറാണ്. എല്ലാം കോമഡി ജോണർ തന്നെയാണ്. മറ്റേത് ഹൊറർ കോം ആണെന്നേ ഉള്ളൂ. ഈ ലുങ്കിയും പൊക്കി പിടിച്ച് ഇങ്ങനെ ചാടി പോയാൽ കോമഡി ആവില്ല. അത് അണ്ണൻ മനസ്സിലാക്കേണ്ടതാണ്. ഇവരൊക്കെ എത്ര നൈസായിട്ടാണ് ആ പടത്തില് കോമഡി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അണ്ണൻ മാത്രം കോമാളിത്തരം കാണിച്ച് 3 നായികന്മാര് അതിൽ പെട്ടി തൂക്കാനും തിന്നാനും തൂറാനും ഒക്കെ ഡ്യൂപ്പാണ്. ഡ്യൂപ്പില്ലാത്ത ഒരു സീൻ മാത്രം അണ്ണൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. സോ തമിഴിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ട്രിപ്പിൾ ടി ആയിരുന്നു. മറ്റേ പൊങ്കലിന് റിലീസ് ചെയ്ത പടം. അതിൽ കൂടുതൽ ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. സോ ഇതിൽ നായികയായിട്ട് നമ്മുടെ മീനാക്ഷി ചൗധരിയാണ്. സോ മീനാക്ഷി ചൗധരിക്കൊന്നും വലിയതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഈ സിനിമയിൽ ഔട്ട് ആൻഡ് ഔട്ട് നവീൻ പോലിശെട്ടിയുടെ അഴിഞ്ഞാട്ടമാണ്. ഈ ചിരഞ്ജീവിയുടെ പടത്തിലൊക്കെ അങ്ങേരെ സപ്പോർട്ട് ചെയ്യാനും കൗണ്ടർ അടിക്കാനും കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഇങ്ങേര് എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ടുവേഴ്സ് എന്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഇമോഷണൽ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഇമോഷണൽ ഒന്നും ആയിട്ടില്ല. കാരണം എല്ലാത്തിലും കോമഡി കുത്തിക്കയറ്റിയിരുന്നു. രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എത്ര പേർക്ക് വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. സോ ഇങ്ങനത്തെ ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആൻഡ് ഇതിലത്തെ മ്യൂസിക് വർക്ക് നൈസ് ആയിരുന്നു കേട്ടോ. കിഡു സാധനമായിരുന്നു. ഭയങ്കര ലൗഡ് ആയിട്ടുള്ള മ്യൂസിക്, നല്ല രസമുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് സെറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ വെച്ചാൽ കണ്ടു നോക്കുക. അല്ല ഇങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് അപരാധം പോലെയാണ് തോന്നുക. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്ന് വെച്ചാൽ കാണാതിരിക്കുക. കാരണം കണ്ടിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ കുറ്റം പറയാനേ ഉള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്.